ഗൈസ്, ഐ ലീഗിന്റെ ചാമ്പ്യൻഷിപ്പ് റേസിൽ അല്ലെങ്കിൽ ISL എൻട്രിക്ക് വേണ്ടി മാത്രമല്ല ഈ പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉള്ളത്. ഈ ഒരു റെലഗേഷൻ ബാറ്റിലും ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതും നമുക്ക് തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതിനോടൊപ്പം തന്നെ പലരും കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ ചോദിച്ചാണ് ഇന്റർകാഷിക്ക് സാധ്യതയില്ല എന്നുള്ളത്. നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞാണ് ഇന്റർകാഷിക്ക് സാധ്യതയില്ല, പക്ഷെ ഇപ്പോൾ കുറച്ച് സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും. കാരണം പലരും ചോദിച്ചൊരു കാര്യമാണ്, ഗൂഗിളിൽ നോക്കുമ്പം 39 പോയിന്റ് തന്നെയാണല്ലോ ഇന്റർകാഷിക്കുള്ളത്, പിന്നെ എന്തുകൊണ്ട് സാധ്യതയില്ല എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഐ ലീഗിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്റർകാഷിയുടെ പോയിന്റ് 36 എന്നുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു സാധ്യതയില്ല. കാരണം ഇനി ഒരിക്കലും ചർച്ചിലിനെ മറികടക്കാൻ അവർക്ക് കഴിയില്ല, ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ്. ഇനി അവർക്ക് എന്ത് സാധ്യത ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പീൽ കമ്മിറ്റിയിൽ ഒരു പോയിട്ടുണ്ടല്ലോ, അപ്പം അത് തിരിച്ചു കിട്ടിയാൽ, ആ 3 പോയിന്റ് തിരിച്ചു കിട്ടിയാലായിരിക്കണം ഇന്റർകാഷിയുടെ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുള്ള നിലയ്ക്ക് ഇപ്പോൾ ഐ ലീഗും ഈ പറഞ്ഞ ഇന്റർകാഷിയുടെ ഒരു സാധ്യത വെച്ച് തന്നെയാണ് ഫിക്ചേഴ്സ് ഇട്ടിരിക്കുന്നത്. നേരത്തെ ഇന്റർകാഷിക്ക് സാധ്യത ഇല്ല എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു ഐ ലീഗിന്റെ പോസ്റ്റുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതുകൊണ്ട് തന്നെ 3 മത്സരങ്ങൾ അറ്റ് എ ടൈം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐ ലീഗിന്റെ ഫൈനൽ ഡേയിൽ. അതായത് ഈ മാസം 6-ാം തീയതി നടക്കാൻ പോകുന്ന മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ മത്സരങ്ങളും 4 മണിക്ക് തന്നെയാണ് നടക്കുന്നത്. ഗോകുലം കേരള FC-യും ഡെംബോ FC-യും തമ്മിൽ നടക്കുന്ന മത്സരം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗോകുലത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ചർച്ചിൽ ബ്രദേഴ്സും റിയൽ കാശ്മീരും തമ്മിൽ നടക്കുന്ന മത്സരം, അതിനോടൊപ്പം തന്നെ ഇന്റർകാഷിയും രാജസ്ഥാൻ യുണൈറ്റഡും തമ്മിൽ നടക്കുന്ന മത്സരം. എങ്ങനെയാണ് ഇന്റർകാഷിയുടെ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറ്റ് ടീമുകളുടെയൊക്കെ സാധ്യത ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് പറയാം. ഇപ്പം ഇന്റർകാഷി വിജയിക്കുകയാണെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സ് അവരുടെ മത്സരം തോൽക്കുകയോ സമനിലയായി ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർകാഷിയുടെ അപ്പീൽ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ 3 പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ചാമ്പ്യൻസ് ആകാൻ സാധിക്കും. ഇൻ കേസ് ഇന്റർകാഷിക്ക് വിജയിക്കാൻ സാധിച്ചില്ല, മത്സരം ഡ്രോ ആണെന്ന് വെക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടുകയും ഗോകുലം ഡ്രോ ആകുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു അപ്പീൽ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് നേടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അപ്പീൽ കമ്മിറ്റിയുടെ ഒരു ഡിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ ഇന്റർകാഷിക്ക് ഒരു സാധ്യതയുള്ളൂ. പക്ഷേ അത് എന്ന് വരുമെന്നുള്ളതാണ് കൺഫ്യൂസിംഗ് ആയിട്ട് കിടക്കുന്നത്. ഇനി റെലഗേഷൻ ബാറ്റിലേക്ക് വരുന്നൊരു സമയത്തും 2 ടീമുകളാണ് ആ ഒരു ഇതിലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഡൽഹി FC റെലഗേറ്റ് ആയി കഴിഞ്ഞു. ഇനി റെലഗേഷൻ ആകാൻ സാധ്യതയുള്ളത് 2 ടീമുകൾക്കാണ്, SC ബംഗളൂരു ആൻഡ് ഐസ്വാൾ FC. ഈ 2 ടീമുകൾക്കും 20 പോയിന്റ് ആണുള്ളത്. അപ്പം അവസാനത്തെ ഒരു മത്സരം കൂടി കഴിയുമ്പോൾ ഇരുവർക്കും സെയിം പോയിന്റ് ആണെങ്കിൽ ആരായിരിക്കും ഔട്ട് ആകുക എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റെലഗേറ്റ് ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SC ബംഗളൂരു ആണ്. കാരണം ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കുന്ന സമയത്ത് ആനുകൂല്യം ഐസ്വാൾ FC-ക്കാണ് എന്നുള്ളതാണ്. ഗോൾ ഡിഫറൻസ് അല്ല ഇവിടെ ഹെഡ് ടു ഹെഡ് ആണ് നോക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ആനുകൂല്യത്തിൽ ഐസ്വാളിന് കയറാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഐസ്വാളിന് ഒരു വിജയം സ്വന്തമാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. എങ്കിൽ ഐസ്വാൾ FC-യുടെ എതിരാളികൾ നാംദാരിയാണ്, അതുപോലെ SC ബംഗളൂരുയുടെ എതിരാളികൾ ശ്രീനിധിയാണ്. അപ്പം ആ 2 ടീമുകളും ഒരു മിഡ് റേഞ്ചിൽ കിടക്കുന്ന 2 ടീമുകളാണ്. അപ്പം എന്താകും റിസൾട്ട് എന്നുള്ളത് നോക്കി കാണാം. എന്താണെങ്കിലും ഈ മത്സരങ്ങളും അറ്റ് എ ടൈം ഒരേ സമയം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെലഗേഷൻ ബാറ്റിലും ചാമ്പ്യൻഷിപ്പ് ബാറ്റിലും ഒരേപോലെയാണ് അവസാനത്തെ ദിവസം നിർണ്ണയിക്കപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഐ ലീഗിൻ്റെ ഒരു ബ്യൂട്ടി. ആ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഐ ലീഗിൽ വരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കണം. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള? തീർച്ചയായിട്ടും കമ്പോസിലെ ഒരു സനിയ.